Hello all. Okay, welcome to Favor Learning App. ബാലൻ, ഹന്ന, അനു സ്റ്റാർട്ട് ആയിട്ടോ. ഓക്കെ, സുനിൽ, ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, മാനുഫാക്ചറിങ് അക്കൗണ്ട് ആൻഡ് പ്രൈം കോസ്റ്റ് ആണ്. അപ്പം ഞാൻ ആദ്യം മാനുഫാക്ചറിങ് അക്കൗണ്ടിങ്ങിന്റെ എന്തൊക്കെയാണ് മീനിങ്, അതേപോലെ തന്നെ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഫുള്ളും പറഞ്ഞുതരാം. അതിനുശേഷം മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ 2 സം ഉണ്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ പ്രൈം കോസ്റ്റിന്റെ മീനിങ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അതിന്റെ ഇക്വേഷൻ 2 സം. ഇതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ലിസൺ ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ലിസൺ ചെയ്തോളൂ. മാനുഫാക്ചറിങ് അക്കൗണ്ടിന് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഇതിപ്പം എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. അതായത് മീനിങ്, അതേപോലെ തന്നെ ഡെഫിനിഷൻ, നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഓക്കെ, സോ അതൊക്കെ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പം ആദ്യം ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആക്ച്വലി ഇത് ആരെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആദ്യം തൊട്ട് നിർമ്മിക്കുന്നത്, ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ മാനുഫാക്ചറിങ് ബിസിനസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയാം, ടു ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ. ആക്ച്വലി എത്ര ഗുഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്തത് അതിന്റെ കോസ്റ്റ് വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതേപോലെ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർ എന്ത് ചെയ്യണം, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ബിസിനസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ. അതായത് എത്ര ഗുഡ്സ് ആണോ മാനുഫാക്ചർ ചെയ്തത് അതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ. ഓക്കെ, സോ അതേപോലെ തന്നെ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ, കാൽക്കുലേറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ്, എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണേ, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പൊ സിമ്പിളായി പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. എന്ത് ഡിറ്റർമൈൻ ചെയ്യാനാണ്, എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എത്ര ഗുഡ്സ് ആണോ മാനുഫാക്ചർ ചെയ്തത് അതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണ്. എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് നോക്കാം കേട്ടോ. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അക്കൗണ്ട് ആണ്. അതിൽ എന്താ റെക്കോർഡ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് എത്ര റോ മെറ്റീരിയൽ ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്, അതിൽ എത്ര ഡയറക്റ്റ് ലേബർ ഉണ്ട്, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യാം, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ് എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യാണ്. ഓക്കെ, സോ എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് വെച്ചാൽ, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അക്കൗണ്ട് ആണ്. അവിടെ എന്താ റെക്കോർഡ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, എത്രയാണ് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തത് അതിന്റെ കോസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഇപ്പൊ നമ്മളിപ്പോൾ റോ മെറ്റീരിയൽ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യമാണ്
ലേബർ ആവശ്യമാണ് അല്ലെ, ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ എന്തൊക്കെയാണൊക്കെ വരുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, ഞാൻ അതിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. സോ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു അക്കൗണ്ട് ആണ്. അതെന്താ റെക്കോർഡ് ചെയ്യുന്നത്, റോ മെറ്റീരിയൽ എത്രയാണോ പർച്ചേസ് ചെയ്തത് അതിന്റെ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഈ ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, ഇതൊക്കെ. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ഫിനിഷ്ഡ് ഗുഡ്സിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഫിനിഷ്ഡ് ഗുഡ്സ് എപ്പോഴാകുക, അതായത് നമ്മളുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസിന് എന്തായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം, റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് എക്സ്പെൻസ് വരിക, സോ അത് എന്ത് ചെയ്യണം, അത് ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യാണ്. ഓക്കെ, സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അക്കൗണ്ട് ആണ്. അവിടെ എന്താ റെക്കോർഡ് ചെയ്യുന്നത്, റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിൽ കവർ ആവുന്നതാണ് ഈ ലേബറും ഫാക്ടറിയും എല്ലാം. സോ ഇതിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് നോക്കാം. ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നാണ്. ഇപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഇപ്പൊ എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ അത് എന്തൊക്കെയാണ് റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്യാം, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ട് ഇൻക്ലൂഡ് ആകുക. മനസ്സിലായോ, അതാണ് റെക്കോർഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു, ഇറ്റ് ഇൻക്ലൂഡ്സ്. അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ആവുക, അതായത് ഇവിടെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ആവുക എന്ന്. ഫസ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ആവശ്യമാണ്, മെറ്റീരിയൽ ആവശ്യമാണ്, ലേബർ വേണം, ഫാക്ടറി ഓവർ ഹെഡ് വേണം, അങ്ങനെയൊക്കെ. ഓക്കെ, അടുത്തതാണ് ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. അപ്പൊ COGM എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. സി പറഞ്ഞ കോസ്റ്റ്, ഓക്കെ, ഓ സി പറഞ്ഞ കോസ്റ്റ്, ഓ എന്ന് പറഞ്ഞ എന്താണ്, ഓഫ്, ജി പറഞ്ഞ എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ്. ഓക്കെ, എം പറഞ്ഞാൽ എന്താ, മാനുഫാക്ചേർഡ്. അതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണേ. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ്. സോ ഇറ്റ് കാൽക്കുലേറ്റ്. അപ്പൊ എന്താ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണേ, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിഫോർ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇറ്റ് കാൽക്കുലേറ്റ്. അപ്പൊ എന്താ കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ബിഫോർ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. സോ മാനുഫാക്ചറിങ് അക്കൗണ്ടിലൂടെ എന്താ ഡിറ്റർമൈൻ ചെയ്യണേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ കൺസംഷൻ ആണ്. അതായത് ഇവിടെ എന്താ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എന്തൊക്കെയാണ് ഉള്ളത് നോക്കുക കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് ഫുള്ളും ഉണ്ട്. സോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര മെറ്റീരിയൽ ആണോ പർച്ചേസ് ചെയ്തിരിക്കണേ അത് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ, അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ കൺസംഷൻ എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാ ഉള്ളത്, മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ഇപ്പൊ എന്തൊക്കെയാണ് റോ മെറ്റീരിയൽ കൺസംഷൻ, കൺസംഷൻ പറഞ്ഞാൽ എന്താ, അവരെന്തൊക്കെയാ പർച്ചേസ് ചെയ്യുന്നത്, ആക്ച്വലി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് ഫുള്ളും ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കൺസിഡേഴ്സ് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫാക്ടറി ഓവർ ഹെഡ് എന്താണെന്ന് പറഞ്ഞു തരാന്ന്. ഫാക്ടറി ഓവർ ഹെഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഉണ്ടാവുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, അതേപോലെ ഫാക്ടറി റെന്റ്, ഇലക്ട്രിസിറ്റി, അതർ പ്രൊഡക്ഷൻ റിലേറ്റഡ് കോസ്റ്റ്, ഇത് ഫുള്ളുമാണ് എന്തിൽ വരിക എന്നറിയോ, ഈ ഫാക്ടറി ഓവർ ഹെഡിൽ വരിക. മനസ്സിലായോ, അപ്പൊ ഫാക്ടറി ഓവർ ഹെഡിൽ എന്താ വരിക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരിക. ഏതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ, അതേപോലെ ഫാക്ടറിയുടെ റെന്റ്, പിന്നെ ഇലക്ട്രിസിറ്റി, അതർ പ്രൊഡക്ഷൻ റിലേറ്റഡ് കോസ്റ്റ് ഫുള്ളും എന്തിൽ വരുന്നതാണ്, ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതാണ് എക്സ്ക്ലൂഡ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഇവിടെ ആകെ ഫോക്കസ് ചെയ്യണം എന്താണെന്നറിയോ, മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വന്നിട്ട് എത്ര കോസ്റ്റ് ആണോ ഇൻകർ ചെയ്യുന്നിരിക്കുന്നത് അതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നോക്കിയിരിക്കുന്നത്, ഇവിടെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യണേ, സെല്ലിങ്ങും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും ഒക്കെ എന്ത് ചെയ്യണേ, എക്സ്ക്ലൂഡ് ചെയ്യണം. എക്സ്ക്ലൂഡ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്, അതിന്റെ അർത്ഥം എന്താ, നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഈ സെല്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഇതിൽ ആകെ എന്താ ഫോക്കസ് ചെയ്യണേ, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എത്ര കോസ്റ്റ് ആണോ അവർക്ക് ഇൻകർ ചെയ്യുന്നത്, എത്രയാണോ വരുന്നത്, അതാണ് അവർ ഫോക്കസ് ചെയ്യണേ. അടുത്തതാണ് ഹെൽസ് ഇൻ പ്രോഫിറ്റ് കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ബൈ ഡിറ്റർമൈനിങ്, അതായത് ഗുഡ്സിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനൊപ്പം ഇറ്റ് ഹെൽസ് ഇൻ അസർട്ടൈനിങ്, എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അസർട്ടൈൻ ചെയ്യാൻ, ഗ്രോസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ്
പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണ് എന്ത് ചെയ്ത് റെഡിയാക്കുക മാനുഫാക്ചറിങ് ബിസിനസ്സിൽ. അപ്പോൾ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ബിഫോർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ആക്ച്വലി ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ആക്ച്വലി ഇത് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഈ മാനുഫാക്ചറിങ് ബിസിനസ്സിൽ. സോ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ടിന് എന്തൊക്കെയാ? റെക്കോർഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ, COGM എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽ കൺസംഷൻസ്, റോ മെറ്റീരിയൽ എത്രയാണ് കൺസ്യൂം ചെയ്യണമെന്ന് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൺസിഡർ ഫാക്ടറി ഓവർഹെഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സ്ക്ലൂഡ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അതായത് സെല്ലിങ്ങും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും എന്ത് ചെയ്യുന്നില്ല? ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് എന്തൊക്കെ? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഫാക്ടറി ഓവർഹെഡും. അതേപോലെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എന്ന് വെച്ചാൽ എത്ര ഗുഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഗുഡ്സ് എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ? ബിഫോർ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ടു ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ. അതേപോലെ അടുത്തതാണ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽ കൺസംഷൻ എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ നോക്കുന്നുണ്ട്? റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് ഫുള്ളും എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഈ ഡിപ്രീസിയേഷൻ, ഫാക്ടറി റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ എക്സാമ്പിൾ ആണ് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, ഫാക്ടറി റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ. ഇനി എക്സ്പെൻസസ്, പിന്നെ എക്സ്ക്ലൂഡ് സെല്ലിംഗ് ആൻഡ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കുന്നില്ല. ഇവരാകെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട് മാത്രം ഫോക്കസ് ചെയ്യണേ. അതേപോലെ ഹെൽപ്സ് ഇൻ പ്രോഫിറ്റ് കാൽക്കുലേഷൻ വെച്ചാൽ ബൈ ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അപ്പോൾ എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിലൂടെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അസർട്ടൈൻ ചെയ്യാൻ ഗ്രോസും നെറ്റ് പ്രോഫിറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അസർട്ടൈൻ ചെയ്യാൻ. ഓക്കെ, അതേപോലെ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് യൂഷ്വലി നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മുന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്, അതേപോലെ ഡെഫിനിഷൻ, അതിന്റെ ഫീച്ചേഴ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫോർമാറ്റ് ഓഫ് എ മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണ്. മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്താണ്? ആക്ച്വലി മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്, അതായത് എത്ര ഗുഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അതിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അക്കൗണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തിനാണ് ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ്, എത്ര ഗുഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, അതായത് എത്ര ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മാനുഫാക്ചറിങ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ, എത്ര ഗുഡ്സ് ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് താഴെ പറയുന്നത്? ഫോർമാറ്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ? പർട്ടിക്കുലേഴ്സ്, അടുത്ത ഫോർമാറ്റ് എന്താ? എമൗണ്ട്, അടുത്തത് എമൗണ്ട് അല്ലെ. അപ്പൊ അടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റത്തെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ സെക്ഷൻ ആണ്. റോ മെറ്റീരിയൽ എന്തൊക്കെയാ ഉണ്ടാവുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൽ കൂടെ നമ്മൾ എന്താ ചെയ്യുക? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യും. ഓക്കെ, അതേപോലെ എന്താ ലെസ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? റോ മെറ്റീരിയൽ സെക്ഷനിൽ എന്തൊക്കെയാ കൺസിഡർ ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അടുത്തത് അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യും. അതിനോട് എന്താ നമ്മൾ ലെസ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൈം കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്. പ്രൈം കോസ്റ്റ് എന്താണെന്ന് അടുത്തതിൽ വരുന്നുണ്ട്, നമുക്ക് അത് എടുത്തു തരാവേ. പ്രൈം കോസ്റ്റ് കാൽക്കുലേഷനിൽ ഇപ്പൊ എന്താ വരിക എന്ന് വെച്ചാൽ ഡയറക്റ്റ് വേജസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രൈം കോസ്റ്റിലാണ് അതിന്റെ ആ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും ആണ് എന്ത് ചെയ്യുക? പ്രൈം കോസ്റ്റിൽ വരിക. സോ അതിന്റെ മൊത്തം ടോട്ടലാണ് എന്ത്? പ്രൈം കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്. പ്രൈം കോസ്റ്റ് എന്തൊക്കെയാ വരിക? ഡയറക്റ്റ് വേജസും ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഇത് രണ്ടിനും കൂടെ വരുന്നതാണ് എന്താ? ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് പ്രൈം കോസ്റ്റിൽ വരിക. ഓക്കെ, അടുത്തത് ഫാക്ടറി ഓവർഹെഡ് സെക്ഷനിലാണ് എന്തൊക്കെയാ അതിൽ വരിക? അതായത് ഫാക്ടറി റെന്റ് വരും. ഇനി അതേപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ് സെക്ഷനിലാണ് ഫാക്ടറി റെന്റ്, നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, അതേപോലെ ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഇത് ഫുള്ളും ഉണ്ടായിരിക്കണം. ഫാക്ടറി ഓവർഹെഡ് സെക്ഷൻ പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക?
ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്. സോ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സ്ക്രാപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയും, ലെസ് ചെയ്യും. സെയിൽ ഓഫ് സ്ക്രാപ്പ് മെറ്റീരിയൽ എന്ന് പറയും, എന്ത് ചെയ്യും? ലെസ് ചെയ്യും. സോ ആ ടോട്ടൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നും എന്താ ലെസ് ചെയ്യുക? സെയിൽ ഓഫ് സ്ക്രാപ്പ് മെറ്റീരിയൽ ലെസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അതേപോലെ അടുത്തത് പറഞ്ഞിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യും? അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതേപോലെ എന്താ ലെസ് ചെയ്യുക? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ലെസ് ചെയ്യും. അപ്പൊ മനസ്സിലാക്കേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആണ് കിട്ടുക. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ നിന്നും അബ്നോർമൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതായത് ഫയർ വന്ന് ഡാമേജ് ആകുക, ഗുഡ്സ് ഡിഫക്റ്റീവ് ആകുക, അതൊക്കെ എന്ത് ചെയ്യും? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ നിന്ന് അബ്നോർമൽ ലോസ് ഒക്കെ എന്ത് ചെയ്യും? ലെസ് ചെയ്ത് കാണിക്കും. സോ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തത് കിട്ടുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാന്ന് വീണ്ടും ഞാൻ പറഞ്ഞുതരാം. മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓരോന്നും എന്താ 1 by 1 ആയിട്ട് നിങ്ങൾ നോക്കുക. റോ മെറ്റീരിയൽ സെക്ഷനിൽ എന്താ വരിക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിന്റെ കൂടെ എന്താ വരിക? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇനി അടുത്ത സമ്മ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അതേപോലെ പ്രൈം കോസ്റ്റ് കാൽക്കുലേഷനിൽ എന്താ വരിക? ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് പറയുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക? അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് സെക്ഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഫാക്ടറി റെന്റ് ആഡ് ചെയ്യുക, ആഡ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ആഡ് ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ആഡ് ഇൻഡയറക്റ്റ് വേജസ്, ആഡ് ഫാക്ടറി ഇൻഷുറൻസ്, ആഡ് അതർ ഫാക്ടറി എക്സ്പെൻസസ്. ഇതൊക്കെ വരുന്നതാണ് എന്ത്? നമ്മുടെ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് എന്നുള്ളത്. ഓക്കെ, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റ് മുന്നേ ഉള്ളത്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ഓഫ് സ്ക്രാപ്പ് മെറ്റീരിയൽ വന്നിട്ട് ലെസ് ചെയ്ത് കാണിക്കും. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് എന്തൊക്കെ വരിക? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് കിട്ടും. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? അബ്നോർമൽ ലോസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അബ്നോർമൽ ലോസിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് COGM, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കിട്ടിക്കഴിഞ്ഞു. അതിൽ നമ്മൾ എന്ത് ചെയ്യും? അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഓക്കെ, അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫയർ ഡാമേജ്, അതേപോലെ തന്നെ ഡിഫക്റ്റീവ് ഗുഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുക. ഇനി ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് എന്താന്ന് നോക്കി പോകാം കേട്ടോ. അതായത് റോ മെറ്റീരിയൽ സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? റോ മെറ്റീരിയൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക? കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എത്ര കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് ഒരു പ്രൊഡക്ഷൻ സമയത്ത് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ എത്ര കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്, എത്ര മെറ്റീരിയൽ ആണ് എന്ത് ഇതിനെ കൺസ്യൂം ചെയ്തിരിക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യും. പ്രൈം കോസ്റ്റ് എന്താ ചെയ്യുക? എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യും. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യും? മെറ്റീരിയൽ കോസ്റ്റ് ആഡ് ചെയ്യും. ഓക്കെ, പ്രൈം കോസ്റ്റ് ഉടനെ തന്നെ ആലോചിക്കും നിങ്ങളുടെ മൈൻഡിലുണ്ടാവുക ഡയറക്റ്റ് കോസ്റ്റാണ്, ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആണ് ഈ പ്രൈം കോസ്റ്റിൽ ഉണ്ടാവുക. അടുത്തതാണ് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. അതിൽ വരുന്നതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റുകളാണ് എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാ? ഫാക്ടറി റെന്റ്, പവർ, ഡിപ്രീസിയേഷൻ ഒക്കെ എന്താ? ഈ ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് കോസ്റ്റും ആണ് ഉണ്ടാവുക. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താ? ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അതായത് ഫാക്ടറി റെന്റ്, പവർ, ഡിപ്രീസിയേഷൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പറയുമ്പോൾ എന്താണ്? ആഡ് ഓൾ ഫാക്ടറി റിലേറ്റഡ്. അപ്പൊ ഫാക്ടറി റിലേറ്റഡ് കോസ്റ്റ് വന്നിട്ട് എന്തൊക്കെയാണോ ഉള്ളത് അത് ഫുള്ളും എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കാണിക്കുക ടോട്ടൽ ഫാക്ടറി കോസ്റ്റിൽ. അപ്പൊ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് വരുന്നതാണ് ആഡ് ഓൾ ഫാക്ടറി റിലേറ്റഡ് കോസ്റ്റ്. ഇനി അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ഡിഡക്ട് സ്ക്രാപ്പ് മെറ്റീരിയൽ ഇപ്പൊ ഡിപ്രീസിയേഷൻസ് അങ്ങനെയൊക്കെ കോസ് ചെയ്യുമോ മെറ്റീരിയലിൽ? വിയർ ആൻഡ് ടിയർ വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ വരിക. ഓക്കെ, സോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി. ഇപ്പൊ റോ മെറ്റീരിയൽസ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ വർക്ക് ഉണ്ടാവുമല്ലോ. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക അഡ്ജസ്റ്റ്മെന്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണ് ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആ ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം റോ മെറ്റീരിയൽ സെക്ഷനിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കും. പ്രൈം കോസ്റ്റ് കാൽക്കുലേഷനിൽ എന്താ നോക്കുക? അതായത് ഈ ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എല്ലാം എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഫാക്ടറി ഓവർ ഹെഡിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇൻഡയറക്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ,
ഈ ഫാക്ടറി റെന്റ്, പവർ, ഡിപ്രീസിയേഷൻ ഇതൊക്കെ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കും. ടോട്ടൽ ഫാക്ടറി കോസ്റ്റിലാണ് എന്ത് ചെയ്യുക, എല്ലാ ഫാക്ടറി റിലേറ്റഡ് കോസ്റ്റും ആഡ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യും, ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യും. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിൽ എന്ത് ചെയ്യുക, ഫൈനൽ ആയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ എവിടെ എന്ത് ചെയ്യും, ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ ഇനി എടുക്കാൻ പോകുന്ന പ്രോബ്ലം ആണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ മീനിങ്, ഡെഫിനിഷന്, അതേപോലെ എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന ഫീച്ചേഴ്സ്, ഫോർമാറ്റ് ക്ലിയർ ആയോ? സമ്മ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അനു പ്രൈം കോസ്റ്റ് ഈക്വൽ ടു, അതെ അനു കറക്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. നമുക്ക് ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ 2 പ്രോബ്ലം കഴിഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റിന്റെ മീനിങ്ങും സമ്മും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് അപ്പൊ ചെയ്യാനോ. ഓക്കെ, ദുർഗ, ഹന്ന, സുനിൽ, ഓക്കെ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കണേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ലിസൺ ചെയ്യുക. ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ABC ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓക്കെ, സോ എന്താണ് ABC ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് റെക്കോർഡ്സ്. റെക്കോർഡിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നത്, ഡീറ്റെയിൽസ് ഫുള്ളും എക്സ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ തന്നിരിക്കണേ പറഞ്ഞാൽ എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 20,000, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 80,000, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 15,000, ഡയറക്റ്റ് വേജസ് 50,000, ഫാക്ടറി റെന്റ് 10,000, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 5,000, ഫാക്ടറി പവർ 8,000, അതർ ഫാക്ടറി എക്സ്പെൻസസ് 7,000, വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 12,000. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 10,000. ഓക്കെ, സോ അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്താ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. സോ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയുടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ABC ലിമിറ്റഡ് കമ്പനിയുടെയാണ് എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് ഏത് മന്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 31 ഡിസംബർ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാ നോക്കണ്ടേ. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 20,000 തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ, അതർ ഫാക്ടറി എക്സ്പെൻസസ്, ഇത് ഫുള്ളും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ഐറ്റം നിങ്ങൾ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ സെക്ഷന്റെ അണ്ടർലോട്ടായിരിക്കും വരിക എന്ന്. ഓക്കെ, സോ നമ്മളിവിടെ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്, മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ സെക്ഷനിൽ ഇപ്പൊ എന്തൊക്കെയാ വരേണ്ടത്, ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് എന്ത് വരിക, അതായത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കാണിക്കും അല്ലെ. അതേപോലെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ട് എന്ത് കിട്ടും, റോ മെറ്റീരിയൽ എത്ര കൺസ്യൂം ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്താണ് പ്രൈം കോസ്റ്റ് കാൽക്കുലേഷനിൽ ഇപ്പൊ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും വരുന്നുണ്ട്. ഓക്കെ, അടുത്താണ് എന്ത്, ഫാക്ടറി ഓവർഹെഡിൽ എന്തൊക്കെയാ വരുന്നത്, ഫാക്ടറി റെന്റ്, അപ്പൊ അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി എക്സ്പെൻസ്. അപ്പൊ അത് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ്. അതേപോലെ നെക്സ്റ്റ് ആണ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് വരിക. അപ്പൊ അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് മെറ്റീരിയലിന്റെ സെയിൽ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കും. അപ്പൊ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റിന് ശേഷം എന്ത് വരിക, വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇപ്പൊ നമുക്ക് എന്താ ചെയ്തിരിക്കണേ പറഞ്ഞാൽ അത് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 3 കോളംസ് ഒന്ന് ഡ്രോ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, പർട്ടിക്കുലേഴ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ എന്താണ്, എമൗണ്ട് ആണ്. തേർഡ് കോളം എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ആണ്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വന്നിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട് 20,000 എന്ന് അല്ലെ. സോ നമ്മൾ 20,000 എഴുതി. ഓക്കെ, അടുത്തതാണ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 80,000 ഉണ്ട്. സോ 80,000 തന്നിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തതാണ് എന്ത് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 15,000 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, ഇവിടെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട് 20,000 പ്ലസ് 80,000 പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം, 1 lakh ആണെന്ന് അറിയാം. ഓക്കെ,
സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ 1 lakhൽ നിന്നും ഈ 15,000 ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക, ഈ 85,000 കിട്ടുക. ഓക്കെ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റോ മെറ്റീരിയൽ എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, റോ മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, പർച്ചേസിൽ എത്ര കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ക്ലോസിംഗ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടുക. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈക്വൽ ടു എന്താ നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് നമുക്ക് നോക്കാം, അതായത് ആഡ് ഡയറക്റ്റ് വേജസ് ആണ്. അപ്പൊ നമുക്ക് പ്രൈം കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അത് ഫുൾ ആഡ് ചെയ്യണം. ഇവിടെ എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും തന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഡയറക്റ്റ് വേജസ് ആണ്. പിന്നെ തന്നിരിക്കുന്നത് ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ, അതർ ഫാക്ടറി എക്സ്പെൻസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിംഗ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. അപ്പൊ പ്രൈം കോസ്റ്റ് പറയുമ്പോൾ എന്താ, അനു പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുമ്പോൾ എന്ത് തന്നിട്ടുണ്ട്, 50,000 തന്നിട്ടുണ്ട്. അപ്പൊ ആ 50,000 നമ്മൾ ഡയറക്റ്റ് വേജസ് എഴുതി. ഓക്കെ, സോ പ്രൈം കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈം കോസ്റ്റ് ഈക്വൽ നമുക്ക് അറിയാം ടോട്ടൽ ആണ്. അപ്പൊ 85,000 പ്ലസ് 50,000 ആണ് എന്താണ്, ഈ 1,35,000. അപ്പൊ ഇത് 30 ആഡ് ചെയ്തു. അപ്പൊ എന്താണ് 5 പ്ലസ് 0 എത്രയാണ് 5, അത് 8 പ്ലസ് 5 30. അപ്പൊ 1,35,000 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. അപ്പൊ നിങ്ങൾ ഓരോന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കി വെക്കണേ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കിട്ടിയ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. എത്ര ഓപ്പണിംഗ് ഉണ്ട്, എത്ര പർച്ചേസ് ഉണ്ട്, അതിൽ നിന്നും എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം, അതാണ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടേ പറഞ്ഞാല്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ഈ പ്രൈം കോസ്റ്റ് എന്ന്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതാണ് ആഡ് ഫാക്ടറി ഓവർഹെഡ് ആണ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. എന്തൊക്കെ ഫാക്ടറി ഓവർഹെഡ് പറഞ്ഞാൽ, ഫാക്ടറി റെന്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, ഫാക്ടറി പവർ, അതർ ഫാക്ടറി എക്സ്പെൻസ്. അത് ഫുള്ള് നമ്മൾ ചെയ്തു. ആഡ് ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ, അതർ ഫാക്ടറി എക്സ്പെൻസ്. അപ്പൊ ടോട്ടൽ ചെയ്തു. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കണം, 10,000 പ്ലസ് 5,000 എത്രയാണ്, 15,000. 15,000 പ്ലസ് 8,000 എത്രയാ, 23,000. 23,000 പ്ലസ് 7,000 എന്താണ്, 30,000. ഇതിന്റെ ടോട്ടൽ ആണ് ഈ 30,000 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ അടുത്ത് എന്താണ്, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 1,35,000. അപ്പൊ 1,65,000 എങ്ങനെ കിട്ടി, അതായത് ഈ 1,35,000 പ്ലസ് എന്ത് ചെയ്തു, 30,000 ചെയ്തു. ഓക്കെ, 30,000 ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നത്, 1,65,000 വന്നത്. ക്ലിയർ ആയോ? അതേപോലെ തന്നെ നമ്മൾ അതിന്റെ കൂടെ എന്താ ചെയ്തിരിക്കണേന്ന് അറിയോ, ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്താ ചെയ്തിരിക്കണം, ആഡ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് പറയുന്നത് 12,000 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 12,000 എന്ന് പറയുന്നത് ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്തു, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഇതാ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര, 10,000. 12,000 10,000. അപ്പൊ മനസ്സിലാക്കണം, 1,65,000 നിന്നും 12,000 വന്നിട്ട് ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടുക, 1,77,000 ആണ് കിട്ടുക. മനസ്സിലായോ, 1,77,000. അതൊക്കെ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 1,65,000 പ്ലസ് 12,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,77,500 കിട്ടും. അതിൽ നിന്നും എന്ത് ചെയ്യുക, 1,77,000 ആണ് കിട്ടുക. 1,00,000, അതായത് 1,65,000 പ്ലസ് 12,000 പറഞ്ഞാൽ 1,77,000 ആണ് കിട്ടുക. പ്ലസ് മൈനസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ 1,77,000 നിന്ന് 10,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക, 1,67,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 1,77,000 1,67,000 10,000 ലെസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 1,77,000 നിന്നും 10,000 ലെസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, 1,67,000 കിട്ടുക. ഓക്കെ, 1,77,000 10,000 ലെസ് ചെയ്യുമ്പോൾ. സോ നമ്മുടെ ആൻസർ പറയുമ്പോൾ എത്രയാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഫോർ ABC ലിമിറ്റഡ് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്, 1,67,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ ഫോർമാറ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കാണാൻ എന്തൊക്കെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതാണ് എന്തെന്ന് പറയുന്നത്, റോ മെറ്റീരിയൽ കൺസ്യൂമഡ്. നമ്മുടെ പ്രൈം കോസ്റ്റ് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഇനി ഫാക്ടറി ഓവർഹെഡിലാണ് എന്തൊക്കെ വരിക, ഈ ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ, ഫാക്ടറി എക്സ്പെൻസ് ഒക്കെ എന്തിനാ വരിക,
ഫാക്ടറി ഓവർഹെഡിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഈ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഒക്കെ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഇവിടെ എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞാൽ ഇപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കാണാനുള്ള ഓരോന്നും എന്ത് ചെയ്യുക, ഓരോ ഫോർമുലയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം റോ മെറ്റീരിയൽ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്നുള്ളത്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എന്താ തന്നിരിക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് 20, പർച്ചേസ് 80, ക്ലോസിംഗ് സ്റ്റോക്ക് 50. അപ്പോൾ എന്താ ചെയ്തിരിക്കണേ, 20 + 80 - 15 ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യണമെന്ന് അറിയാം അല്ലേ. സോ അല്ലെങ്കിൽ പ്രൈം കോസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് വേജസ്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്ത് 85,000 ആണ്. ഓക്കെ, സോ 85,000 പ്ലസ് ഡയറക്റ്റ് വേജസ് വന്നിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതായത് ഡയറക്റ്റ് വേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 50,000 ആണെന്ന്. അപ്പൊ എന്ത് ചെയ്തു, 85,000 പ്ലസ് 50,000 ചെയ്തപ്പോൾ എത്ര കിട്ടി, 1,35,000 കിട്ടി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ അടുത്ത നമ്മൾ എന്ത് ചെയ്തു, പ്രൈം കോസ്റ്റ് ചെയ്തു. പ്രൈം കോസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ എത്രയാണോ കൺസ്യൂം ചെയ്തത് അതേ പ്ലസ് ഡയറക്റ്റ് വേജസ് ചെയ്തു. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പറയുമ്പോൾ എന്ത് ചെയ്താണ്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. പ്രൈം കോസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടോട്ടൽ 1,35,000 കിട്ടിയിട്ടുണ്ട് അല്ലെ. ഫാക്ടറി ഓവർഹെഡ് പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഫാക്ടറി ഓവർഹെഡിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഓരോന്നും 1 by 1 ആയി നോക്കിയത്. അതായത് ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ, അതർ ഫാക്ടറി എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, സോ അതിൽ വരുന്നതാണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫാക്ടറിയുടെ റിലേറ്റ് ചെയ്ത് വരുന്നത് എല്ലാ എന്ത് ഇവിടെ കൊടുക്കണം, നമ്മൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇക്കോട്ടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം പ്രൈം കോസ്റ്റ് ഇപ്പൊ നമ്മുടെ ഫോർമുല നമ്മളിപ്പോൾ എന്താ ചെയ്ത, റോ മെറ്റീരിയൽ കൺസ്യൂമഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് ആണ് ചെയ്തത്. അതേപോലെ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എങ്ങനെ ചെയ്യുക, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. ഓക്കെ, അടുത്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് കാണാനുള്ള ഫോർമുല എന്താ, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കണേ, നമ്മുടെ ഈ WIP എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നറിയോ, വർക്ക് ഇൻ പ്രോഗ്രസ് ഏതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ്, COGM പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ്. അത് കാണാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1,65,000. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ക്വസ്റ്റ്യനിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ടതാ. നമ്മുടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്, 12,000 ആണ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതേപോലെ തന്നെ നമ്മുടെ 10,000 ആണ് എന്തെന്ന് പറയുന്നത്, ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളത്. ശരിയാ? ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ അപ്പൊ ഇവിടെ ആരും നോക്കേണ്ടത് ആഡ് ചെയ്യുക ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ലെസ് ചെയ്ത് കാണിക്കുക. അതാണ് ഇവിടെ എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കാണാനുള്ള ഫോർമുല എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഈ പ്രൈം കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് എന്താ, ഡയറക്റ്റ് വേജസ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എങ്ങനെ കാണാം, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എങ്ങനെ കാണാം, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, സോ അപ്പൊ നമുക്കിപ്പോൾ ഫൈനലായി കിട്ടിയ ഈ 1,67,000 എന്താ ചെയ്യാന്നറിയോ, ഈ എമൗണ്ട് 1,60,000 എവിടെ ട്രാൻസ്ഫർ ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, മാനുഫാക്ചറിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. റോ മെറ്റീരിയൽ സെക്ഷനിൽ എന്തൊക്കെ വരും, ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസ് ലെസ് ക്ലോസിംഗ്. ഓക്കെ, റോ മെറ്റീരിയൽ കിട്ടും. പ്രൈം കോസ്റ്റ് കാൽക്കുലേഷനിൽ എന്താ വരിക, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഫാക്ടറി ഓവർഹെഡിൽ എന്തൊക്കെയാണ് വരിക, ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, ഫാക്ടറി പവർ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, പിന്നെ അതർ ഫാക്ടറി എക്സ്പെൻസ്. ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ്, ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക. സോ ഇത്രയും ചേർന്നതാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് സം ക്ലിയർ ആയോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സുനിൽ, അപ്പൊ പ്രൈം കോസ്റ്റ് റോ മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ആവില്ലേ? അതെ സുനിൽ, അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡയറക്റ്റ് വേജസ് ആണല്ലോ, അതുകൊണ്ട് ഇത് എടുത്തതേ ഉള്ളൂ. മനസ്സിലായാ? ഇപ്പോ പ്രൈം കോസ്റ്റ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂമഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് ചെയ്ത പോലെ
ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ കോസ്റ്റിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂമിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, ഓക്കെ ക്ലിയർ ആയ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കണേ. നമുക്ക് പ്രോബ്ലം 2 പോകാം. മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ സമ്മ് തന്നെയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റ് ഇട്ടേക്കോ. XYZ Manufacturing Limited provide the following details for the year ending 31st December 2024. എന്ന് വെച്ചാൽ XYZ Manufacturing Company Limited കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 31st December 2024. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ എന്തൊക്കെയാണ് വരിക? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാണ് വരിക? ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ഫാക്ടറി ഓവർഹെഡിൽ എന്തൊക്കെയാണ് വരിക? ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എന്തൊക്കെയാണ് വരിക? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും. അതർ അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാ? ഗുഡ്സ് ഡിസ്ട്രോയിഡ് ഇൻ ഫാക്ടറി ഡ്യൂ ടു ഫയർ, അതായത് ഫയർ കാരണം ഗുഡ്സ് വന്നിട്ട് ഫാക്ടറിയിൽ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞു, 4000 ആണ്. അബ്നോർമൽ ലോസ് അത് എന്ത് ചെയ്തിട്ടില്ല? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിൽ എന്ത് ചെയ്തിട്ടില്ല? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ COGM പറയുമ്പോൾ ഇവിടെ തന്നെ ആലോചിക്കണം കേട്ടോ. എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ശരിയാ? ഓക്കെ. അപ്പൊ സ്ക്രാപ്പ് മെറ്റീരിയൽ സോൾഡ് 15,000, അത് എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടറി കോസ്റ്റ് ആണ് ഡിഡക്ട് ചെയ്യുക. അതിനെ പഠിപ്പിച്ചതാണ് സ്ക്രാപ്പ് മെറ്റീരിയൽ ഡിഡക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ന് പറയുമ്പം റോ മെറ്റീരിയലിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത്? ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, അതർ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഗുഡ്സ് ഡിസ്ട്രോയിഡ്, അപ്പൊ ഞാൻ അബ്നോർമൽ ലോസിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ്സ് ഡാമേജ് ഡ്യൂ ടു ഫെയർ, അതേപോലെ തന്നെ ഈ ഡിഫക്റ്റ് ഗുഡ്സ് ഒക്കെ വരുന്നതാണ് ഈ അബ്നോർമൽ ലോസ്. അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് കാണാം? അതായത് അബ്നോർമൽ ലോസും ഉണ്ട്, അതേപോലെ സ്ക്രാപ്പ് മെറ്റീരിയൽ. ഇപ്പൊ നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇവിടെ കൊടുത്തിട്ട് അബ്നോർമൽ ലോസ് ഒക്കെ നമ്മൾ ലെസ് ചെയ്യും. എന്നിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിൽ നിന്നും അബ്നോർമൽ ലോസ് നമ്മൾ എന്ത് ലെസ് ആണ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്നിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ കമ്പനിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? XYZ Manufacturing Limited കമ്പനിയാണ് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഹെഡിങ് എന്താ? XYZ Manufacturing Limited മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2024 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോർമാറ്റ് എന്താ? പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സാധാ പോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഫോർമാറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫോർമാറ്റ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുക പറയുമ്പോൾ എന്തെങ്ങനെ ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാ, പർച്ചേസ് എത്ര, ക്ലോസിംഗ് എത്ര? ജസ്റ്റ് ക്വസ്റ്റ്യനോട്ടൊന്ന് നോക്കിക്കേ. ഓപ്പണിംഗ് 25, പർച്ചേസ് 1,20,000, ക്ലോസിംഗ് 18. അപ്പൊ നോക്കിയേ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്ര കിട്ടിയിട്ടുണ്ട്? 25. അപ്പൊ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ത് ചെയ്യണം? അത് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിന്റെ കൂടെ ആഡ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് ചെയ്ത് വെക്കുക. ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. എങ്ങനെ മനസ്സിലാക്കി വെക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വന്നിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആ തന്നിട്ടുള്ളത് എത്രയാണ്? 25,000 ആണ്. പർച്ചേസ് എത്രയാണ്? 1,20,000. അപ്പൊ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1,45,000 നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1,45,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 80,000 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിട്ട്? 1,20,000. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1,45,000 1,45,000 നിന്നും എന്ത് ചെയ്യണം? 18,000 അല്ലേ ലെസ് ചെയ്യേണ്ടത്? 18,000 ലെസ് ചെയ്യും. 30 നമ്മൾ എഴുതി കഴിഞ്ഞു. 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ 37 കിട്ടി. അപ്പോൾ ഇവിടെ 3 ആയില്ല അല്ലേ? ഇവിടെ 50 ആയി കഴിഞ്ഞു. അപ്പോൾ എന്താണ്? 3 1 എത്രയാണ്? 2 ആണ്. അപ്പോൾ 1,00,000 എഴുതി 1,27,000 അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് അതിൽ കൂടെ എന്ത് ചെയ്യുക? ഈ ഡയറക്റ്റ് വേജസ് ഒക്കെ എന്ത് ചെയ്യുക? ഇപ്പം നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൈം കോസ്റ്റ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. സുനിൽ എന്നോട് ഡൗട്ട് ചോദിച്ചില്ലേ? ഡയറക്റ്റ് വേജസ് ആണോ വരിക? ഡയറക്റ്റ് ലേബർ എക്സ്പെൻസ് ഒക്കെ വന്നാൽ അതും വരില്ലേന്ന് ചോദിച്ചില്ലേ? വരും കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1,27,000 കിട്ടിയിട്ടുണ്ട് അല്ലേ?
സോ ആ 1,20,000 അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് ആദ്യം ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് വരിക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വേജസ് പറയുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് പറയുമ്പോൾ തന്നെ എന്താ ആലോചിക്കുക, അതിലെന്താ ഇൻക്ലൂഡ് ചെയ്യുക? ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക. ഡയറക്റ്റ് വേജസ് 60,000, ഡയറക്റ്റ് എക്സ്പെൻസ് 5,000. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 60, 5. ഓക്കെ. സോ അത് 1,27,000 കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഫാക്ടറി ഓവർ ഹെഡും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഫാക്ടറി ഓവർ ഹെഡിൽ തന്നിരിക്കുന്നത്, അതായത് ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ. പിന്നെ നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്, അതായത് ഇൻഡയറക്റ്റ് വേജസ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുള്ളത്, അതായത് നമ്മുടെ ഈ ഫാക്ടറി ഇൻഷുറൻസ്. ഓക്കെ. സോ ഇതൊക്കെ അതുപോലെ അതർ ഫാക്ടറി എക്സ്പെൻസ്, അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് നോട്ട് ചെയ്തു. ഓക്കെ. ഫാക്ടറി ഓവർ ഹെഡ് എല്ലാം എഴുതി, ഫാക്ടറി റെന്റ് എഴുതി, ഡിപ്രീസിയേഷൻ മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് വേജസ് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ, 7,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഫാക്ടറിയുടെ 12,000 പ്ലസ് 8,000 എത്രയാണ്, 20,000, 29,500, 29,500 7,000 എത്രയാണ്, 36,500. അതേപോലെ തന്നെ 36,500, 3,500 എത്രയാണ്, 37, 38, 39, 40. അപ്പോൾ 40 പ്ലസ് 6 എത്രയാണ്, 46,000. അതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടിയിരിക്കണേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് എന്താ ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, 1,92,000 എന്താ 46,000 കൂടെ എന്ത് ചെയ്തിരിക്കണം, ആഡ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? 1,92,000 46,000 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക, 3 zeros നമ്മൾ എഴുതി കഴിഞ്ഞു. അത് 6 2 എത്രയാണ്, 8 ആണ് അല്ലേ. സോ അതെടുത്ത് 9 4 എത്രയാണ്, 13, 13 1 2, 2,38,000 ആണ് നമുക്ക് എന്ത് കിട്ടിയത്. ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടായിരുന്നത് ഈ കിട്ടിയ പ്രൈം കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് നിങ്ങൾ മനസ്സിലാക്കണം, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുണ്ട്, പ്രൈം കോസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യണം, പ്രൈം കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ആണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി അതുപോലെ നമുക്ക് എന്തെന്നറിയാം, സ്ക്രാപ്പ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം എന്നാണ് അല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ക്രാപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എത്രയാണ്, 1,500 ആണ്. അവിടെ എന്ത് ചെയ്ത് നമ്മൾ ലെസ് ചെയ്ത് കാണിച്ചു. ഓക്കെ. 2,38,000 1,500 പോയി കഴിഞ്ഞാൽ എത്രയാണ് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്താ അറിയാം, 2,38,000 1000 പോയാൽ തന്നെ നമുക്ക് അറിയാം എന്താണ്, 2,37,000 ആണെന്ന് അറിയാം. അപ്പോൾ അത് 500 കൂടെ പോയാലോ, അപ്പോൾ 2,36,500. ഓക്കെ. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 14,000, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്, 11,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതായത് 14,000 ആഡ് ചെയ്തു, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 11,000 ലെസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് കിട്ടിയത്. അപ്പോൾ ക്ലിയർ ആയിട്ടൊന്ന് ആ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ജനറലൈസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. റോ മെറ്റീരിയൽ കൺസ്യൂമഡ് എന്തൊക്കെ എടുക്കണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എടുക്കണം, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്യണം. അതുപോലെ പ്രൈം കോസ്റ്റ് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം പ്രൈം കോസ്റ്റിലുണ്ടാവും. അതേപോലെ തന്നെ ഫാക്ടറി ഓവർ ഹെഡിൽ പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, ഫാക്ടറി റെന്റ്, ഡിപ്രീസിയേഷൻ മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് എന്ത്, ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ടോട്ടൽ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ടോട്ടൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നാണ് സ്ക്രാപ്പ് മെറ്റീരിയൽ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് പഠിച്ചിട്ട് ഫോർമാറ്റ് പ്രകാരം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ. സോ ആ തിങ്സ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ. സോ നമ്മുടെ ആൻസർ പറയുമ്പോൾ എത്രയാണ്, 2,35,500. അപ്പോൾ നിങ്ങൾ ഓരോന്ന് നോക്കുക. അപ്പോൾ 2,36,500 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2,36,000 എത്രയാണ്, അവിടെ 14,000 എത്രയാണ് നോക്കുക, 2,36,500 പ്ലസ് എന്ത് തന്നിട്ടുണ്ട്, 500 ആണ്. 500 പ്ലസ് 14,000 5 അല്ലേ, എന്താണ് 2,36,500 പ്ലസ് 14,000 അല്ലേ ചെയ്യണത്. ഒരു മിനിറ്റ് കേട്ടോ. 2,36,500 പ്ലസ് 14,000
14,000 6 10 1 4 5 2,50,500 2,50,500 നമ്മൾ എന്ത് ചെയ്യണം 11,000 ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യണം. ഓക്കെ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എന്താണ് നമ്മുടെ 11,000 ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 11,000 എന്ന് പറയുമ്പോൾ എത്ര 11. ഓക്കെ, നോക്കാം. ഇത് 0 കിട്ടി, 0 കിട്ടി. 5 എന്താണ് 9 പോകുമോ? ഇല്ല അല്ലേ. സോ 10 11 12 13 14 15. അപ്പോൾ എത്ര കിട്ടി? നോക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 2,00,000. ഇത് നോക്കുക ആദ്യം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 11,900 ആണ് എന്ത് ചെയ്യേണ്ടത്? ലെസ് ചെയ്ത് കാണിക്കേണ്ടത്. മനസ്സിലായോ? സോ 10 11 12 13 14 15. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? ലെസ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് നമ്മൾ ഈ 2,50,500 നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ എന്താണ് ഇവിടെ നമ്മളിപ്പോൾ എത്ര ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2,36,500 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. 2,36,500 കിട്ടിയിട്ടുണ്ട്. അതിനൂടെ നമ്മൾ എന്ത് ചെയ്യണം? 14,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 2,50,500 അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് പറയുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ആൻസർ പറയുമ്പോൾ എത്ര കിട്ടുക? 2,39,000 എന്താ കിട്ടുക? 2,39,500 ആണ് വരിക. ഓക്കെ, സോ അത് 0 0 5 0 പോയി കഴിഞ്ഞാൽ എന്താണ്? 5 അല്ലേ. 10 0 പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് എടുത്തു അല്ലേ. അപ്പോൾ എത്ര വരിക? 2,39,500 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഇതങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, 0 0 ഇപ്പോൾ 2,50,500 11,000 ആണ് ലെസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 0 എഴുതി 5 0 പോയി 5 0 1 പോയില്ല. അപ്പോൾ നമ്മൾ എടുത്തു ബാലൻസ്. അപ്പോൾ 10 1 പോയ 9. ഇവിടെ എത്ര? 4 4 1 പോയ 3. പിന്നെ നെക്സ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 ഇറക്കി എഴുതി. ഓക്കെ, 2,30,039,500 ആണ് വരിക. ഇപ്പോൾ ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ പറയണമെങ്കിൽ എത്ര? 2,30,500. എന്താ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുക. റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും ഡയറക്റ്റായി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത് 25 ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് 1,20,000, ക്ലോസിംഗ് സ്റ്റോക്ക് 18. അപ്പോൾ 25 + 120 - 80 നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് വെക്കുക. അത് ചെയ്തു. ഇനി പ്രൈം കോസ്റ്റ് പറയുമ്പോൾ അറിയാം റോ മെറ്റീരിയൽ കൺസ്യൂം പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന്. പ്രൈം കോസ്റ്റ് എത്രയാണ്? 1,27,000. ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യൻ നോക്കുക. എത്ര തന്നിരിക്കുന്നതെന്ന്? ഡയറക്റ്റ് വേജസ് 60,000 5,000 ആണ്. ഓക്കെ, സോ അതെന്ത് ചെയ്ത് നമ്മൾ ചെയ്തു. അടുത്താണ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ആണ്. എന്താ ചെയ്യുക? സം ഓഫ് ഓൾ ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ സം ഓഫ് ഓൾ ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ് പറയുമ്പോൾ എല്ലാം വരും. ഫാക്ടറി റെന്റ് തൊട്ട് ഡിപ്രീസിയേഷൻ, മെഷീനറി, ഫാക്ടറി പവർ ആൻഡ് ഫ്യൂവൽ, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഇൻഷുറൻസ്, അതർ ഫാക്ടറി എക്സ്പെൻസ് എല്ലാം ഇതിൽ ആഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഇതിൻ്റെ ടോട്ടല് 46,000. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ വൃത്തിയായി പറഞ്ഞിട്ട് പ്രൈം കോസ്റ്റ് പറയുമ്പോൾ നമുക്ക് എത്ര? 1,92,000 ആണ്. പ്ലസ് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഫാക്ടറി ഓവർഹെഡ് 46,000. ഇനി അഡ്ജസ്റ്റ്മെന്റ് സ്ക്രാപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 1,500 തന്നിട്ടുണ്ട്. അബ്നോർമൽ ലോസ് എത്രയാണ്? 4,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെ ചെയ്യുക? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? അതായത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് 2,38,000. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സ്ക്രാപ്പ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് 1,500 ആണ്. അപ്പോൾ എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യണം. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതേപോലെ അബ്നോർമൽ ലോസ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫൈനൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കാൽക്കുലേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫൈനൽ ഗുഡ്സ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടി. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എങ്ങനെയാണ് കണ്ടത്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫൈനലായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റോടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 2,38,000. സ്ക്രാപ്പ് മെറ്റീരിയൽ എത്രയാണ്? 1,500 പ്ലസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അപ്പോൾ 14,000 മൈനസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്? എത്ര മൈനസ് പറയുമ്പോൾ 11,000 പ്ലസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 14,000 മൈനസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 11,000
മൈനസ് അബ്നോർമൽ ലോസ് 4000. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അബ്നോർമൽ ലോസ് ഒക്കെ എത്രയാണ് വന്നിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. സ്ക്രാപ്പ് മെറ്റീരിയൽ 1500, ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്ത അബ്നോർമൽ ലോസ് ഇവിടെ 4000. ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുക്കാൻ കാരണം കേട്ടോ. അതും കൂടെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ലിസൺ ചെയ്ത് വെക്കണേ. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, പ്രൈം കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യുക, അതായത് ഫൈനലായിട്ട് ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കാൽക്കുലേഷൻ ഇപ്പോൾ അവിടെ 2,35,500 വന്നതിന്റെ കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ടോട്ടൽ ഫാക്ടറി കോസ്റ്റിൽ നിന്നും സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഓർഡർ ലെസ് ചെയ്തു, അതിൽ നിന്ന് ഓപ്പണിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്തു, ക്ലോസിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്തു, അതേപോലത്തെ അബ്നോർമൽ ലോസ് ലെസ് ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അബ്നോർമൽ ലോസ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫയറിൽ ഇപ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ അത് നോർമൽ പ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടല്ല, അത് സെപ്പറേറ്റ് ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഫാക്ടറി കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കാണിക്കും, അതേപോലെ തന്നെ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്തിരിക്കണം. ഓക്കെ, വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ കംപ്ലീറ്റ് ഗുഡ്സ് ആണ് ഫൈനൽ കോസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് എത്രയാണ് ഗുഡ്സ് കംപ്ലീറ്റ് ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്താ അതിന് വ്യത്യാസം പറഞ്ഞാൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് സെയിം ആണ്, ഓപ്പണിങ്ങും പർച്ചേസും ആഡ് ചെയ്ത് ക്ലോസിംഗ് ലെസ് ചെയ്തു. പ്രൈം കോസ്റ്റും സെയിം ആണ്, റോ മെറ്റീരിയൽ കൺസ്യൂമർ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തു. ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് എന്താ ചെയ്ത് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ആണ് ഫോർമുലയിൽ പ്രൈം കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ചെയ്തത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് മൈനസ് എന്ത് ചെയ്യാതിരിക്കണം, സ്ക്രാപ്പ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, COGM എന്ന് കണ്ട ഉടനെ തന്നെ അതൊന്ന് മനസ്സിലാക്കണം, അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കണേ. സോ എന്ത് ചെയ്യണം, സോ ഓപ്പണിംഗ് ഇവിടെ എന്ത് ചെയ്യണം, ടോട്ടലായിട്ട് ഫാക്ടറി കോസ്റ്റ് അതിൽ സ്ക്രാപ്പ് മെറ്റീരിയൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുക, അബ്നോർമൽ ലോസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, സോ അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, എന്തൊക്കെയാണ് അബ്നോർമൽ ലോസ് പറയുമ്പോൾ എന്താ, ഫയർ ഡാമേജ് ആണ്, അതെന്താണ് നോർമൽ പ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടല്ല, അത് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്യും. സ്ക്രാപ്പ് സെയിൽ പറയുമ്പോൾ എന്താണ്, ഫാക്ടറി കോസ്റ്റ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം, അത് എന്ത് ചെയ്യും, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്ത് കാണിക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എന്താണ്, കംപ്ലീറ്റഡ് ഗുഡ്സ് ആണ് ആക്ച്വലി എന്തുണ്ടാവുക, അതായത് ഇവിടെ ഫൈനൽ കോസ്റ്റ് ഉണ്ടാവുക വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ്മെന്റിൽ. അപ്പം നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കുക. അബ്നോർമൽ ലോസ് പറയുമ്പോൾ എന്താണ്, ഫയറിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് അബ്നോർമൽ ലോസ് ആണ്, അത് നോർമൽ പ്രൊഡക്ഷൻ്റെ പാർട്ടല്ല, സെപ്പറേറ്റ് ഡിഡക്ട് ചെയ്യണം. സ്ക്രാപ്പ് സെയിൽ പറയുമ്പോൾ ഫാക്ടറി കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കാണിക്കണം, അതും ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിഡക്ട് ചെയ്യും. വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ഗുഡ്സ് ഫൈനൽ കോസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോബ്ലം മാനുഫാക്ചറിങ് അക്കൗണ്ടിന്റെ പ്രോബ്ലം 1ഉം 2ഉം ക്ലിയർ ആയോ? ഇനി അടുത്ത് പ്രൈം കോസ്റ്റ് ആണ് എടുക്കാൻ പോണേ. മാനുഫാക്ചറിങ് അക്കൗണ്ട് ക്ലിയർ ആയോ? അബ്നോർമൽ ലോസ് ലെസ് ചെയ്യണ്ടേ, ശ്രീരാഗ് ചോദിച്ചോളാം. അബ്നോർമൽ ലോസ് ലെസ് ചെയ്തു കേട്ടോ നമ്മള്, അതാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അബ്നോർമൽ ലോസ് ഇപ്പൊ നമ്മളിപ്പോൾ ലെസ് ചെയ്തിട്ടാണ് കാണിച്ചത്. COGM പറഞ്ഞാൽ ഫൈനലായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രാപ്പ് മെറ്റീരിയൽ സോൾഡ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുക, അബ്നോർമൽ ലോസും ലെസ് ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കണം കേട്ടോ. ക്ലിയർ ആയോ? ദുർഗ, അനു, ഓക്കെ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കണേ. നമുക്കിപ്പം അടുത്തത് പ്രൈം കോസ്റ്റിലോട്ട് പോകാം. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ഐഡിയ ഉണ്ട് പ്രൈം കോസ്റ്റ് എന്താണ് അല്ലേ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെയാണ് പ്രൈം കോസ്റ്റിൽ വരികയെന്ന്. സോ എന്താണ് പ്രൈം കോസ്റ്റ് എന്നാൽ, പ്രൈം കോസ്റ്റ് റെഫേഴ്സ് ടു ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ് ഉണ്ടാവുക. അത് പ്രൊഡക്ഷൻ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ടാവുക, അതാണ് എന്ത് പ്രൈം കോസ്റ്റ്. എന്താണ് പ്രൈം കോസ്റ്റ്? ഇറ്റ് റെഫേഴ്സ് ടു ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാണ് ടോട്ടലായിട്ട് ഉണ്ടാവുക, അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ് പ്രൈം കോസ്റ്റ്. അതിൽ വരുന്നതാണ് ആരൊക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും. ഓക്കെ, ഈ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സിന് എന്ത് ചെയ്യും, അട്രിബ്യൂട്ട് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. പക്ഷെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് എന്താ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വാരി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ, മാറിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും ഒരേ കോൺസ്റ്റന്റ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കില്ല, എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും ബേസ്ഡ് അപ്പോൾ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ശരിയാ? സോ ഇക്വേഷൻ ഓഫ് പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താ, പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു, പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, സോ അപ്പോൾ ഇതൊന്ന് നമുക്കിപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായ, അതായത് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അതിൽ വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ കോസ്റ്റുകൾ ചേർന്നാണ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അത് പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അടുത്തത് ഇക്വേഷൻ ഓഫ് പ്രൈം കോസ്റ്റ് എന്താണ്, പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. എത്ര മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു, എത്ര വേജസ് ഉണ്ട്, എത്ര എക്സ്പെൻസ് ഉണ്ട്, എല്ലാം കൂടെ എന്ത് ചെയ്യുക, പ്രൈം കോസ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ,
ഇനി കോമ്പോണൻസ് ഓഫ് ഡയറക്റ്റും പ്രൈം കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, എത്രയാണോ ഒരു റോ മെറ്റീരിയൽ പ്രൊഡക്ഷന് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് എന്ത് ചെയ്യണത് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടറിയോ? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇക്വേഷൻ എന്താണെന്നറിയോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അത് നമ്മൾ മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ ചെയ്തു. ഡയറക്റ്റ് വേജസ് പറയുമ്പോൾ എന്താണെന്നറിയോ? വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് എപ്പോഴാണ് വേജസ് പേ ചെയ്യാം? വർക്കിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് മാനുഫാക്ചറിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുഫാക്ചറിംഗ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയിൽ ഇപ്പോൾ വർക്കേഴ്സ് ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് നമ്മൾ പേ ചെയ്ത് കൊടുക്കും? വേജസ് പേ ചെയ്ത് കൊടുക്കും അല്ലേ? സോ അപ്പോൾ വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഡയറക്റ്റ്ലി ഇൻവോൾവ് മാനുഫാക്ചറിംഗ്, വേജസ് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസ് പറയുമ്പോൾ എന്താണ്? അതർ കോസ്റ്റ് ആണ് വരിക. അത് ഡയറക്റ്റ്ലി റിലേറ്റഡ് പ്രൊഡക്ഷൻ ആണ്. അതായത് റോയൽറ്റി, മെഷീൻ ഹയർ ചാർജസ്, സ്പെഷ്യൽ ടൂൾസ്, ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ കോമൺസ് ഓഫ് പ്രൈം കോസ്റ്റ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇത് രണ്ട് മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ രണ്ട് പ്രോബ്ലത്തിൽ ചെയ്തതാണ് കേട്ടോ. ഡയറക്റ്റ് വേജസ് പറയുമ്പോൾ എന്താ? വേജസ് വർക്കേഴ്സിന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് തന്നെ. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് പറയുമ്പോൾ എന്താണ്? അതർ കോസ്റ്റ് ഇപ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് എക്സാമ്പിൾ കാൽക്കുലേഷൻ ഓഫ് പ്രൈം കോസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 10,000, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 50,000, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 8,000, ഡയറക്റ്റ് വേജസ് 25,000, ഡയറക്റ്റ് എക്സ്പെൻസ് 5,000. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമർ നമുക്ക് ഇപ്പോൾ എന്താണെന്ന് അറിയാം? ഇക്വേഷൻ വൃത്തിയായിട്ട് അറിയാം എന്തായിരുന്നു. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്ന് അറിയാം. സോ ഇവിടെ നമുക്ക് എന്താണെന്നറിയാം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 10,000 ആണ്. പ്ലസ് പർച്ചേസ് എത്രയാണ്? 50,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 8,000 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ മനസ്സിലാക്കണം എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമറിന്റെ ഇക്വേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് എന്ത് ചെയ്തു? അതായത് നമ്മൾ പർച്ചേസ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. പ്ലസ് പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പർച്ചേസ് ആഡ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ശരിയാ? ഇനി അടുത്ത ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? പ്രൈം കോസ്റ്റ് 82,000. ഇനി അടുത്തതാണ്. ഇപ്പം അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രോബ്ലം. അപ്പം നിങ്ങളിവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് എന്താ പറയുന്നത്? ABC ലിമിറ്റഡ് പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഫോളോയിങ് ഡാറ്റ ഈസ് അവൈലബിൾ ഫോർ ദ ഇയർ എൻഡിങ് 31st December 2024 വരുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പറയുമ്പോൾ എത്ര തന്നിട്ടുണ്ട്? 15,000 തന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 85,000, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 10,000, ഡയറക്റ്റ് വേജസ് 40,000, ഡയറക്റ്റ് എക്സ്പെൻസ് 8,000. അപ്പോൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാനുള്ള ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 15,000. പർച്ചേസ് എത്രയാണ്? 85,000. 15,000 പ്ലസ് 85,000 മൈനസ് ക്ലോസിംഗ് എത്രയാണ്? 10,000. സോ 15,000 പ്ലസ് 85,000 മൈനസ് 10,000 പറയുമ്പോൾ എത്രയാണ്? 85,000 15,000 എത്രയാണ്? 1,00,000 വരും അല്ല? 1,00,000 മൈനസ് 10,000 എത്രയാണ്? 90,000. ഇനി പ്രൈം കോസ്റ്റ് ഫോർമുല. പ്രൈം കോസ്റ്റ് എത്രയാണ്? റോ മെറ്റീരിയൽ കൺസ്യൂമർ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? പ്രൈം കോസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് റോ മെറ്റീരിയൽ കൺസ്യൂമർ പ്ലസ് ഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്. റോ മെറ്റീരിയൽ കൺസ്യൂമർ എത്രയാണ്? അതായത് ഇവിടെ 90,000 തന്നിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ എന്ത് എഴുതി? 90,000 എഴുതി. ഓക്കെ, സോ 90,000 എഴുതി കഴിഞ്ഞാൽ ഡയറക്റ്റ് വേജസും അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസും എത്രയും നോക്കുക. ഡയറക്റ്റ് വേജസ് പറയുമ്പോൾ എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക നന്നായിട്ട്. ഡയറക്റ്റ് വേജസ് പറയുമ്പോൾ 40,000 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് പറയുമ്പോൾ എത്രയാണ് തന്നിട്ടുള്ളത്? അതായത് ഇവിടെ മെയിനായിട്ട് എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ് വേജസ് 40,000, ഡയറക്റ്റ് എക്സ്പെൻസ് 8,000. അത് എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. പ്രൈം കോസ്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് റോ മെറ്റീരിയൽ കൺസ്യൂമർഡ് കാണാനുള്ള ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുല റോ മെറ്റീരിയൽ കൺസ്യൂമർഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, റോ മെറ്റീരിയൽ കൺസ്യൂമർഡ് കാണാനുള്ള ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതേപോലെ പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ? റോ മെറ്റീരിയൽ കൺസ്യൂമർഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ എക്സ്പ്ലനേഷൻ എങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ കൺസ്യൂമർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ അതിൽ എന്തൊക്കെ നമ്മൾ നോക്കണം? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ഡയറക്റ്റ് വേജസ് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ലേബർ കോസ്റ്റ്, വർക്കേഴ്സിന്റെ ലേബർ കോസ്റ്റ് നോക്കണം. ഡയറക്റ്റ്ലി ഇൻവോൾവ് പ്രൊഡക്ഷനിൽ എത്ര വർക്കേഴ്സ് ആണ്, അവരുടെ കോസ്റ്റ് എങ്ങനെയാണ് നിങ്ങളോട് നോക്കണം. ഡയറക്റ്റ് എക്സ്പെൻസ് പറയുമ്പോൾ എന്താ? അഡീഷണൽ കോസ്റ്റ് എന്തൊക്കെ വരുന്നുണ്ട് മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഈ സ്പെഷ്യൽ മെഷീൻ ഹയർ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൈം കോസ്റ്റ് കിട്ടുക. അപ്പോൾ അതാണ് ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്. ഓക്കെ,
ഇപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ടും പ്രൈം കോസ്റ്റും ആണ് കഴിഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ദുർഗ, അനു, ദിവ്യ, ശ്രീരാഗ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ മാനുഫാക്ചറിങ് അക്കൗണ്ട്. അതായത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ്? ഓഫീസ് റെന്റ്, ഫാക്ടറി റെന്റ്, സെല്ലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുക? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കണം. മാനുഫാക്ചറിങ് അക്കൗണ്ട് പറയുമ്പോൾ ഫാക്ടറി റെന്റ്, നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി കോസ്റ്റ് കാണിക്കല്ലോ. അതായത് ഓഫീസ് റെന്റ്, സെല്ലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് വരില്ല, ഫാക്ടറി റെന്റാണ് വരിക. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഫാക്ടറി റെന്റ് പറയുമ്പോൾ ഫാക്ടറി ഓവർ ഹെഡിന്റെ ഒരു പാർട്ടാണ്, അത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ. ഇനി അടുത്തപോലെ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ പ്രൈം കോസ്റ്റ്? ഫോർമുല എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയറക്റ്റ് കോസ്റ്റ് മാത്രമാണ്, ഡയറക്റ്റ് കോസ്റ്റ് റിലേറ്റ് ചെയ്തൊരു പ്രൊഡക്ഷൻ മാത്രമാണ് പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക. സോ പ്രൈം കോസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ശരിയാ? ഇനി അടുത്തതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഷോൺ ഇൻ വിച്ച് സെക്ഷൻ ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. നമുക്കത് വൃത്തിയായിട്ട് അറിയാം. എന്തായിരുന്നു? ഏത് സെക്ഷനിൽ? ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേഷൻ ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കുക. അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ എവിടെ കാണിക്കുക? ഫാക്ടറി കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്. കാരണം വർക്ക് ഇൻ പ്രോഗ്രസ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യുക? മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾ മനസ്സിലാക്കണം, വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദ മാനുഫാക്ചറിങ് അക്കൗണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്തിനാ മാനുഫാക്ചറിങ് അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ പറഞ്ഞാൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ത് ചെയ്യാനാണ്? ഡിറ്റർമൈൻ ചെയ്യാനാണ്. ഓക്കെ. ഇനി അടുത്തതാണ് ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമഡ് 50,000 ആണ്. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ് എങ്ങനെ കാണാം? അപ്പോൾ അത് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ ഇപ്പോൾ എത്ര തന്നിരിക്കുന്നത്? 50,000 പ്ലസ് വേജസ് എത്ര തന്നിരിക്കുന്നത്? അതായത് 30,000 പ്ലസ് എക്സ്പെൻസ് എത്ര തന്നിരിക്കുന്നത്? 5,000. അപ്പോൾ 50,000 പ്ലസ് 30,000 എത്ര? 80 പ്ലസ് 5 എത്ര? 85,000. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡയറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പ്രൈം കോസ്റ്റ് ഈക്വൽ ടു എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത് പറഞ്ഞിട്ടുണ്ട്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡിംഗ് പ്രൈം കോസ്റ്റ് വരാത്ത എന്താണ്? ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് എന്ത് വരുന്നില്ല? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലൈക്ക് ഫാക്ടറി റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എവിടെ വരിക? ഫാക്ടറി ആവട്ടെ, അല്ലാതെ വരിക, അല്ലാതെ പ്രൈം കോസ്റ്റ് അല്ല വരിക. പ്രൈം കോസ്റ്റ് എന്താ വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരിക. ഓക്കെ. ഈ ഫാക്ടറി ആവട്ടിലാണ് ഇൻഡയറക്റ്റ് വരിക. ഇനി അടുത്ത ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കംപ്ലീറ്റഡ് ആൻഡ് റെഡി ഫോർ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ്. പ്രൈം കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സ് കംപ്ലീറ്റ് ചെയ്യാനും അത് റെഡി ആയിട്ട് സെയിൽ ചെയ്യാൻ വെക്കുന്നതാണ്. ആ വരുന്ന ടോട്ടൽ കോസ്റ്റിന് എന്ത് പറയാം? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുകയാണ്. ഓക്കെ. ഇനി അടുത്തതാണ് പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണ്. അവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണേ? നെറ്റ് പ്രോഫിറ്റ് ആണോ, ഫാക്ടറി ഓവർ ഹെഡ് ആണോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണോ? അപ്പോൾ നമുക്കറിയാം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണത്? പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണത് എന്താണ്? മെയിൻ ആയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആണ്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? ഡിറ്റർമൈൻ ചെയ്യാനാണ് എത്ര ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റാണ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്താണ്? അപ്പോൾ മെയിൻ പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യാനായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ പ്രിപ്പയർ ചെയ്യാനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫാക്ടറി ഓവർ ഹെഡിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ, വേജസ്, ഫാക്ടറി ഡിപ്രീസിയേഷൻ, സെല്ലിംഗ് കമ്മീഷൻസ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് പറയുമ്പോൾ എന്താണ്? ഫാക്ടറി ഡിപ്രീസിയേഷൻ ആണ് ഇതിന്റെ എക്സാമ്പിൾ. ഫാക്ടറി ഓവർ ഹെഡിന്റെ എക്സാമ്പിൾ. ഓക്കെ. ഫാക്ടറി ഡിപ്രീസിയേഷൻ. ഫാക്ടറി ഡിപ്രീസിയേഷൻ പറയുമ്പോൾ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതിൽ എന്താണ്? ഫാക്ടറി ഓവർ ഹെഡിന്റെ ഒരു പാർട്ടായിട്ടാണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ വരിക. ശരിയാ? നെക്സ്റ്റ് അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 1,00,000 ആണ്. സോറി, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 70,000 ആണ്. ഡയറക്റ്റ് വേജസ് 40,000, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് 30,000 ആണ്. പ്രൈം കോസ്റ്റ് എങ്ങനെ കാണാം? നമുക്ക് പ്രൈം കോസ്റ്റ് കാണാൻ എന്തെന്നറിയാം? ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈം കോസ്റ്റ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് വേജസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുക എന്തായിരുന്നു? പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുല ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 70,000. ഡയറക്റ്റ് വേജസ് എത്ര തന്നിട്ടുണ്ട്? 40,000. അപ്പോൾ 10,000. ഇപ്പോൾ 70 പ്ലസ് 40 എത്രയാണ്? 1,10,000 പ്ലസ് എത്രയാണ്?
ഇവിടെ മനസ്സിലാക്കുന്നത് 70,000 പ്ലസ് 40,000 എന്നാണ് 1,10,000. അപ്പോൾ അതേപോലെ തന്നെ 1,10,000 ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്, അതായത് എങ്ങനെ ഓപ്ഷൻ ഡി വന്നിരിക്കണമെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്രൈം കോസ്റ്റ് കാണാൻ ഡയറക്റ്റ് മെറ്റീരിയൽ വേജസും എക്സ്പെൻസും ആണ്. ഇപ്പോൾ 70,000 പ്ലസ് എന്ത് ചെയ്യണം 40,000 പറയുമ്പോൾ 1,10,000 വരിക. 1,10,000 1,20,000 ആ 1,20,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഫാക്ടറി ഓവർ ഹെഡ് തന്നിട്ട് പ്രൈം കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൈം കോസ്റ്റ് ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ നോക്കുക ഡയറക്റ്റ് മെറ്റീരിയൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 70,000 അല്ലേ. അതേപോലെ ഡയറക്റ്റ് വേജസ് എത്രയാണ് 40,000 അല്ലേ. അതേപോലെ തന്നെ എത്ര വന്നിട്ടുണ്ട് 10,000 അല്ലേ. അപ്പോൾ 70,000 പ്ലസ് 40,000 എത്രയാണ് 1,10,000 പ്ലസ് 10,000 എത്രയാണ് 1,20,000. നമ്മുടെ ആൻസർ എന്താണ്, ബി ആണ് ആൻസർ, ഡി അല്ല കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് എത്രയാണ് 1,20,000 ആൻസർ. ഓക്കെ, ആൻസർ കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. സ്ക്രാപ്പ് വാല്യൂ ഫ്രം ഫാക്ടറി പ്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് സ്ക്രാപ്പ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഫാക്ടറി കോസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിഡക്ട് ചെയ്ത് കാണിക്കുക. ഓക്കെ, രണ്ട് പ്രൈം കോസ്റ്റ് ആഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ആഡ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ഡിഡക്ട് ചെയ്യാനല്ല, ഫാക്ടറി കോസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് അതേപോലെ തന്നെ പ്രൈം കോസ്റ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? അനു, ദുർഗ, ദിവ്യ, ശ്രീരാഗ്, സുനിൽ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നന്നായി പഠിക്കുക കേട്ടോ. ഇനി എക്സാമിന് കുറച്ച് സമയമുള്ളത് മാർച്ചായി. മെയ് 10 എക്സാം പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു 1 വീക്കിനുള്ളിൽ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആകും. കറക്റ്റ്. സോ 1 വീക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അടുത്ത റിവിഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനൊക്കെ. സോ അതേപോലെ നിങ്ങൾ ആ സീരിയസ്നെസ്സിൽ തന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു പോകുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോബ്ലം ഒക്കെ വർക്കൗട്ട് ചെയ്യുക, എന്നാലേ സ്പീഡപ്പ് കിട്ടുള്ളൂ. ഓക്കെ ദുർഗ. ഓക്കെ അനു. ഓക്കെ, താങ്ക് യു. നാളെ കറക്റ്റ് 8:30 തന്നെ വന്നോളൂ കേട്ടോ. ഓക്കെ, വർക്കൗട്ട് ചെയ്യണേ.